ഡൽഹിയിൽ ഇന്ത്യ മുന്നണി നടത്തിയ വാർത്താ സമ്മേളനം ബിജെപിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. എഎപിയും കോൺഗ്രസും ഒന്നു ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മാർച്ച് 31-ന് രാംലീല മൈതാനിയെ വിറപ്പിക്കും എന്ന് തന്നെയാണ് സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത്. ഒറ്റ അജണ്ടയിൽ ഇന്ത്യ മുന്നണി രാംലീല മൈതാനിയിൽ വമ്പൻ റാലിയാണ് ജനസാഗരങ്ങളെ ഇറക്കിക്കൊണ്ട് നടത്താൻ പോകുന്നതും. ജനാധിപത്യത്തിന്, ഈ രാജ്യത്തിന് അപകടകരമാം വിധം ബിജെപി പെരുമാറുമ്പോൾ, ഇഡി അടക്കം എല്ലാം ബിജെപിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുമ്പോൾ ഈ റാലി രാജ്യത്തിന്റെ കണ്ണു തുറപ്പിക്കും. കാരണം ഒറ്റ അജണ്ട എന്ന് പറയുന്നത് രാജ്യത്തെ തിരികെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ മുന്നണി ഇനി ആഗ്രഹിക്കുന്നേയില്ല. ഇനി ഈ റാലിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മാർച്ച് 31-ലെ മഹാറാലി രാഷ്ട്രീയ റാലി ആയിരിക്കില്ല എന്നുള്ളതാണത്. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്താനുമുള്ള ആഹ്വാനമായിരിക്കുമെന്നും ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും വ്യക്തമാക്കുകയാണ്. ഒരു രാജ്യം മുഴുവൻ ഒറ്റ ശക്തിക്കെതിരെയാണ് പോരാടുന്നത്. പണവും പ്രതാപവും ഭീഷണിയും ഒക്കെയായി പ്രതിപക്ഷ വാ അടപ്പിച്ച് പലരെയും ചാക്കിട്ട് പിടിച്ച് സ്വന്തം വരുതിയിലേക്ക് ബിജെപി എത്തിക്കുമ്പോൾ രാജ്യം പ്രതിഷേധിച്ചേ മതിയാകൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് രാജ്യ തലസ്ഥാന നഗരിയിൽ മഹാറാലി സംഘടിപ്പിക്കുന്നതും ഇത് രാഷ്ട്രീയ റാലിയല്ല എന്ന് പറഞ്ഞ് കണ്ണു തുറപ്പിക്കുന്നതും. ഇത് ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. മാസം 1 കഴിഞ്ഞാൽ ജനാധിപത്യം പുലരണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ബിജെപിയുടെ നരനായാട്ടിന് മുന്നിലും ഈ പ്രതിഷേധങ്ങൾ അത്രയും സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തതും ഒന്നും ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്നില്ല, കൂട്ടിയാൽ കൂടുന്നില്ല. പകരം നമ്മുടെ ജീവിക്കാനുള്ള അവകാശം അതുമാത്രമാണിപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടതും സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൂടിയാണ് ഈ റാലിയുടെ അഥവാ മഹാറാലിയുടെ അടിസ്ഥാനം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാക്കളെ ആക്രമിക്കുന്നതിനും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ സമീപകാല ഇടപെടലുകളുടെ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം പരാതിയും നൽകിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്താൻ ഭരണകക്ഷിയായ ബിജെപി കേന്ദ്ര ഏജൻസികളെ നിയമവിരുദ്ധമായി ഉപയോഗിക്കുകയാണെന്നുമൊക്കെ ഇന്ത്യ മുന്നണി ആരോപിക്കുന്നുണ്ട്. അവിടേക്കാണിനി രാംലീല മൈതാനിയിലേക്ക് മാർച്ച് 31 മഹാറാലി.